ലോകവും മലയാളികളുമുള്ളിടത്തോളം കാലം കഥകളി നിലനിൽക്കും. കലാമണ്ഡലം ഗോപി ആശാൻ, മുള്ളൂർക്കര. ലോകവും മലയാളികളുമുള്ളിടത്തോളം കാലം കഥകളി എന്ന കലാരൂപം നിലനിൽക്കുമെന്ന് പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി അഭിപ്രായപ്പെട്ടു. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ പ്രോഗ്രാം അക്ഷരഹൃദയത്തിൽ കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകവി വള്ളത്തോളുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമെന്ന് അദ്ദേഹം ഓർത്തെടുത്തു. ചലച്ചിത്രം ഉൾപ്പെടെയുള്ള മറ്റു കലാരൂപങ്ങളെക്കാൾ അഭിനയ സാധ്യത ഏറെയുള്ള കലാരൂപമാണ് കഥകളിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ലോകരാജ്യങ്ങളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കവേ യൂറോപ്യന്മാരുടെ കഥകളി ആസ്വാദനക്ഷമതയെപ്പറ്റി അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. ഒരേ കഥാപാത്രത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഒരേ വേദിയിൽ അഭിനയിക്കുമ്പോഴുണ്ടായ അനുഭവത്തെപ്പറ്റി നളചരിതം 2-ാം ദിവസം കഥയിലെ നളന്റെ ഉദാഹരണത്തിലൂടെ അദ്ദേഹം ഓർത്തെടുത്തു. കഥകളി മാത്രമല്ല, മറ്റേതു കലാരൂപങ്ങളെയും വിദ്യാഭ്യാസത്തിന്റെ തന്നെയും ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ കഠിനാധ്വാനവും ആത്മാർത്ഥതയും നിരന്തര പരിശ്രമവും അനിവാര്യമെന്നാണ് പുത്തൻ തലമുറയോടുള്ള സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ചുട്ടിയും വേഷവിധാനങ്ങളിലുമില്ലാതിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമാഞ്ഞ നവരസങ്ങൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. നാഷണൽ സർവീസ് സ്കീം PSC അംഗം PV വേണുഗോപാൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ P സുശീൽ, പ്രോഗ്രാം ഓഫീസർ PS ശാരദ എന്നിവർ സംസാരിച്ചു. വോളണ്ടിയേഴ്സായ അഖില രഘു, വിശ്വജിത്ത്, ഷഫ്ന, ഷിനോജ്, അനില, അമൃത എന്നിവരാണ് ആശാനുമായി ഓൺലൈൻ സംവാദത്തിൽ ഏർപ്പെട്ടത്. നമുക്ക് തുടങ്ങാം. NSS ഗീതത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. NSS ഗീതം. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകൃത്തിൻ മാൺമുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാൺമുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യാതിഥി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ, PSC മെമ്പർ നമ്മുടെ വേണു സർ, പ്രിൻസിപ്പൽ സൗമ്യ ടീച്ചർ, വടക്കാഞ്ചേരി ക്ലസ്റ്ററിലെ എല്ലാ പ്രോഗ്രാം ഓഫീസർമാര്, വോളണ്ടിയർ ലീഡേഴ്സ്, എന്റെ സഹപ്രവർത്തകർ, പിന്നെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, മുള്ളൂർക്കര സ്കൂളിലെ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കേരള പിറവി ആഘോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ യൂണിറ്റിന്റെ പേരിൽ കേരള പിറവി ദിന ആശംസകൾ നേരുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ മുഖമുദ്ര എന്ന് ആണ് കഥകളി. കഥകളിയുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയെ തന്നെ നമ്മോടൊപ്പം സംവദിക്കാൻ ലഭിച്ചതിലുള്ള ആനന്ദം അത് വാക്കുകൾക്ക് അതീതമാണ്. മനസ്സ് നിറഞ്ഞ നന്ദിയുണ്ട് ആശാന്. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കും ഇത്തിരി നേരം സാധ്യമാക്കി തന്നതിൽ. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള 5 വസ്തുക്കൾ ഏതൊക്കെ എന്നതിന് ഒരു ഉത്തരം ഗോപി ആശാന്റെ പച്ചവേഷം. ഈ കൊച്ചു കേരളത്തിന്റെ ഖ്യാതി വിശ്വമെങ്ങും എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിത്വം. എന്റെ ഈ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ മഹത്വം ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അനുഭവവേദ്യം ആവും, അത് ഉറപ്പാണ്.
ആശാന് മനസ്സ് നിറഞ്ഞ ഒരു നമസ്കാരം. അക്ഷഹൃദയത്തിലേക്ക് സ്വാഗതം. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ, സ്വാഗതം ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക്. നമ്മുടെ PSC മെമ്പർ ശ്രീ വേണുമാഷ്, എന്ത് പരിപാടിക്കും പൂർണ്ണ സപ്പോർട്ടും പ്രോത്സാഹനവും തരുന്ന വേണുമാഷക്ക് അക്ഷഹൃദയത്തിലേക്ക് സുസ്വാഗതം. ഞങ്ങളുടെ സ്വന്തം സൗമ്യ ടീച്ചർ, എന്നും മാർഗദർശിയായി ഞങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ, സ്വാഗതം പ്രിയ സൗമ്യ ടീച്ചർ. വടക്കാഞ്ചേരി ക്ലസ്റ്ററിലെ പ്രിയപ്പെട്ട പ്രോഗ്രാം ഓഫീസർമാർ, വോളണ്ടിയർ ലീഡേഴ്സ്, മുള്ളൂർക്കരയുടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും. NSS യൂണിറ്റിന്റെ കൂടെ എന്നും ഏത് പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള എന്റെ പ്രിയ സഹപ്രവർത്തകർ, ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം. പിന്നെ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഈ പരിപാടിയുടെ എല്ലാം. എല്ലാവർക്കും അക്ഷഹൃദയത്തിലേക്ക് സുസ്വാഗതം. പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണുമാഷെ ക്ഷണിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി ക്ലസ്റ്റർ തല NSSന്റെ പരിപാടി മുള്ളൂർക്കര NSS യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തുകയാണ്. നമുക്കറിയാം, 101ഓളം NSS യൂണിറ്റുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഓരോ യൂണിറ്റിലും 100 വളണ്ടിയർമാരാണുള്ളത്. ഞാൻ വളരെ ബഹുമാന്യനായ ഗോപി ആശാനും കൂടി അറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അത്രയും വിശാലമായ ഒരു വളണ്ടിയർ നേതൃത്വത്തിൽ ആണ് തൃശ്ശൂർ ജില്ല പോകുന്നത്. നാഷണൽ സർവീസ് സ്കീമിന്റെ SF, അതായത് സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകളും എയ്ഡഡ് യൂണിറ്റുകളും അടക്കമുള്ള 101ഓളം യൂണിറ്റുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അതേപോലെ തന്നെ 15ഓളം ജില്ല എന്ന് പറയാൻ പറ്റില്ല, 14 മലപ്പുറത്ത് 2 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 1000-ത്തിലധികം യൂണിറ്റുകളാണ് കേരളത്തിലുള്ളത്. അത്രയും വളണ്ടിയർമാരുടെ കർമ്മ കുശലതയാണ് ഈ പ്രത്യേകിച്ചും യുവാക്കളായിട്ടുള്ള +2, +1 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിലെ അംഗങ്ങള്. അവരുടെ ഒരു പരിപാടി ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മള് ഇവിടെ അതിനു വേണ്ടിയിട്ട് കേരളപ്പിറവിയിൽ ഇന്ന് കേരളത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന കേരളത്തെക്കുറിച്ചും കഥകളിയെക്കുറിച്ചും കലയെക്കുറിച്ചും പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രശസ്തനായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയുടെ പേര് തന്നെ ആശാൻ വ്യക്തമാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അക്ഷഹൃദയം എന്നാണ്. അതിൽ തന്നെ അതിന്റെ പെരുമയും എല്ലാം നിക്ഷിപ്തമാണ് എന്ന് വിചാരിക്കുന്നു. ഇപ്പോ ഇന്നത്തെ ഈ പരിപാടിയില് കലാമണ്ഡലത്തിൽ ഞാൻ ഗോപിയാശാനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാൻ ആളല്ല. എനിക്ക് വ്യക്തിപരമായി തന്നെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, എങ്കക്കാട് ഒരു നിറച്ചാർത്തിന്റെ പരിപാടിയിൽ ഞാനും എനിക്ക് ആശാൻ അവിടെ വരികയും അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തു. അതിൽ വളരെയധികം ധന്യനായിരുന്നു ഞാൻ. അത് അപ്പം തന്നെയാണ് ഇപ്പോ ഇതുപോലെ ഒരു അവസരത്തിൽ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ ആശാനെ ഈ കുട്ടികളുമായിട്ടുള്ള സംവാദത്തിൽ പ്രഗത്ഭരായ മറ്റു വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. അവരുമായിട്ടൊക്കെയുള്ള ആ സംവാദത്തിലേക്ക് ക്ഷണിക്കാനും അവസരം കിട്ടിയത് അതിലും ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കലാമണ്ഡലത്തിൽ തന്നെ പഠിച്ച് കലാമണ്ഡലത്തിലെ ആചാര്യനായി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ആചാര്യനാണ്, അല്ലാണ്ട് ഒരു അധ്യാപകൻ എന്ന് പറയാൻ സാധ്യമല്ല. ആചാര്യനായി, അവിടുത്തെ വകുപ്പ് അധ്യക്ഷനായി, പ്രിൻസിപ്പലായി, അവിടെ നിന്നും കഥകളിയെ ലോകമെമ്പാടും എത്തിക്കുന്നതിൽ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കുന്നതിൽ വ്യക്തമായ പങ്ക് വഹിച്ച ഗോപിയാശാനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാനായാലും പത്മനാഭൻ നായർ ആശാനായാലും രാമകുട്ടി നായർ ആശാനായാലും അതിനേക്കാളൊക്കെ ഇപ്പൊ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നമുക്ക് ഏറ്റവും ഭംഗിയുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ശരീരവും ശാരീരവും ഭംഗിയായി നടത്താൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് കലാമണ്ഡലം ഗോപിയാശാൻ. അദ്ദേഹത്തെ നമുക്കിവിടെ NSSന്റെ ഈ ക്ലസ്റ്റർ തല പരിപാടിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് കേരളപ്പിറവി ദിന സന്ദേശം അല്ലെങ്കിൽ കേരളപ്പിറവി ദിന സന്ദേശം നൽകാനും അവരുമായിട്ട് സംവദിക്കാനും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ആശാന് അധിക നേരം ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. കാരണം 80കളിൽ കഴിഞ്ഞിട്ടുള്ള ഗോപിയാശാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് വടക്കാഞ്ചേരിയിലെ കർമ്മശബദം ആടിയത് കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരു വയ്യായി ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം.
എന്നാലും അദ്ദേഹത്തെ നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഈ സംവാദത്തിലേക്ക് വളരെ ആദരവ് ക്ഷണിക്കുന്നു. കേരള പിറവി ദിന സന്ദേശം നൽകാനുമായിട്ടും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോ വടക്കാഞ്ചേരി NSSന്റെ അക്ഷരദയം എന്ന ഈ സംഘടനയിലുള്ള എല്ലാവർക്കും, വേദിയിലുള്ള എല്ലാവർക്കും, അതായത് ഓരോരുത്തരുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാരണം അങ്ങനെ പറയേണ്ട, പിന്നെ സമയം കളയും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും എന്റെ അങ്ങേറ്റത്തെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. അതേമാതിരി തന്നെ കേരള പിറവി ദിനമായ ഇന്ന് നമ്മളുടെ ബഹുമാന്യരായ വ്യക്തികളോടും അതേമാതിരി തന്നെ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികളോടും അങ്ങേറ്റം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവരുടെ ആഗ്രഹം എന്നാൽ കഴിയുന്നതും സാധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന ഒരു എന്റെ മനസ്സിന്റെ വിശ്വാസത്തെ ഞാൻ അവർക്ക് അറിയിച്ചുകൊള്ളുന്നു. അവർക്ക് ചോദിക്കാൻ എന്താണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ സംസാരം അധികം ദീർഘിപ്പിച്ചു പോകുന്നില്ല. നമ്മളുടെ സ്വതവേ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കൈകൊണ്ട് മാത്രം കാണിക്കുന്നതാകുമ്പോൾ എന്റെ ശീലം, അല്ലാതെ വായോട് സംസാരിച്ചുള്ള ശീലമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ചോദിക്കുമ്പോ മറുപടി കൈകൊണ്ടല്ല, വായോണ്ട് തന്നെ പറയാം. ഏതായാലും നന്ദി, നമസ്കാരം. ശാരദ ടീച്ചറെ അപ്പം അത് റെഡിയാക്കിക്കോളൂ. എങ്ങനെയാ കുട്ടികൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിനായി അഖിലെ ക്ഷണിക്കുന്നു. നമസ്കാരം ആശാനെ. അഖില ഓക്കെ, ചോദിച്ചോളൂ. ഞാൻ അഖില. നമസ്കാരം. NSS ഹയർ സെക്കൻഡറി നമസ്കാരം. NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. ആയിക്കോട്ടെ. നമുക്കറിയാം, കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ കലാരൂപമാണ് കഥകളി. കഥകളി എന്ന കലാരൂപം, ഹലോ കേൾക്കട്ടെ പറഞ്ഞോളൂ. കഥകളി എന്ന കലാരൂപം അങ്ങേ മാറ്റി നിർത്തിക്കൊണ്ട് കേരളീയർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങയുടെ ദീർഘമായ ഈ കഥകളി ജീവിതത്തെ പറ്റി ചുരുക്കി പറയാമോ? കഥകളി ജീവിതത്തിനെ പറ്റി ചുരുക്കി പറയാം, അതൊരു വിഷമല്ല. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു 8ാമത്തെ വയസ്സില് എന്നെ പറയാം, തുള്ളൽ പഠിക്കാൻ വേണ്ടി ചേർന്നു. ആ 8 വർഷം തുള്ളൽ പഠിക്കലും തുള്ളൽക്കാരനായിട്ട് എല്ലാ അമ്പലങ്ങളിലും അവതരിപ്പിച്ചുകൊണ്ട് 2 വർഷം കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞിട്ട് നാലുകേരി വരിക്കല് കഥകളി പഠിക്കാൻ ചേർന്നു. അവിടെ അന്ന് തേക്കൻകാട്ടിൽ രാവിള്ളി നായർ എന്ന് പറഞ്ഞ കഥകളി ആചാര്യനായിരുന്നു അവിടുത്തെ ഗുരുനാഥൻ. അതായത് നമ്മുടെ കല്ലുവഴി ചിട്ടയിലത്തെ ലോക പ്രശസ്തനായ കഥകളിയിലെ അങ്ങേറ്റത്തെ ഗുരുവായ പട്ടിക്കാത്തൊടി രാവിണ്ടി മേനോന്റെ പ്രധാന ശിഷ്യനാണ് ഈ തേക്കിൻകാട്ടിൽ രാവിണ്ടി നായർ. അദ്ദേഹത്തിന്റെ കീഴിൽ 1 വർഷത്തോളം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 51 കലാമണ്ഡലത്തിൽ വന്ന് ചേർന്നു. 51 കലാമണ്ഡലത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് 7 വർഷമായിരുന്നു അന്നത്തെ പരിപാടി, പഠന പരിപാടി, കാലാവധി. ആ 57 ഞാൻ അവിടുന്ന് വിദ്യാർത്ഥി കാലാവധി കഴിഞ്ഞ് പോന്നു കഴിഞ്ഞ് 58 കലാമണ്ഡലത്തിലെ അധ്യാപകനായിട്ട് ചേർന്നു. ഇതിൽ ഒരു മഹത്തായ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി ചേരാൻ ചെന്നപ്പോ ഞാനും എന്റെ അച്ഛനും തുള്ളൽ പഠിപ്പിച്ചിരുന്ന ഗുരുനാഥനും കൂടിയിട്ട് കലാമണ്ഡലത്തിൽ ചെല്ലുമ്പോ മഹാകവിയെ കണ്ട് വരാൻ പറഞ്ഞു. മഹാകവിയെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ അവിടുത്തെ പിയൂണും കഥകളി വേഷക്കാരനും ആയിട്ടുള്ള നാരായണ അടിയാള് എന്ന് പറയും.
അദ്ദേഹത്തിനോട് കൂടിയാണ് പോയത്. അവിടെ ചെന്നപ്പോ മുകളിൽ അദ്ദേഹം മഹാകവി ചാരുകസേനയിൽ കിടക്കുകയാണ്. അപ്പോ പൊതുവെ മഹാകവി ആ ചിരിച്ചിട്ട് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, അവിടെ മിക്ക ആൾക്കാരും കണ്ടിട്ടില്ല, ചിരിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ചാരി കിടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു, ഞാനല്ല, ഞങ്ങള് എല്ലാവരും കൂട്ടാണ്, മോളിൽ ചായകൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ കൂട്ടാണ് അവിടെ ചെന്നത്. മോളിൽ ചെന്നിട്ട് എന്നെ ആകെ നോക്കി കഴിഞ്ഞിട്ട് ഈ അടിയാളെ എന്ന് പറഞ്ഞ ആരോട് പറഞ്ഞു, അവനെ എടുത്തോളാൻ പറയൂ, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ രാമൻകുട്ടിരാജാനാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവിടുന്ന് പോന്നു. അങ്ങനെയാണ് ഇത് ഞാൻ പറയാൻ കാരണം, ആ മഹാകവി വെള്ളത്തോളായിട്ടുള്ള അടുപ്പം, സമ്പർക്കം, സ്നേഹ സമ്പാദനം അപ്രതീക്ഷിതമായിട്ട് അതായത് കിട്ടിയത് ഒന്നും പറയണ്ട. ഇതിനെക്കാളും ഭാഗ്യം മറ്റൊന്നും ഞാൻ കരുതുന്നില്ല. അതായത് കഥകളിയെ അങ്ങേറ്റവും വളർത്തി കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ട്, അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ കലാവെള്ളം എന്ന സ്ഥാപനം ഉണ്ടാക്കി. അവിടെ കഥകളി തുടങ്ങി. പിന്നീട് ഈ കഥകളിക്ക് ഉപവിഷയമല്ല, മറ്റ് കലകളായിട്ടുള്ള മോഹിനിയാട്ടം, ഭരതനാട്യം, തുള്ളല്, കൂടിയാട്ടം, അതും കഴിഞ്ഞ് പിന്നീട് പഞ്ചവാദ്യം, ഇങ്ങനെ എല്ലാ കലകളും അവിടെ ആ കലാവെള്ളത്തില് സ്ഥാപിതമായി. ഇതിനൊക്കെ കഷ്ടപ്പെട്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് മറക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള അവിടെ 58 ഞാൻ അധ്യാപകനായി. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളതിന്റെ കാര്യങ്ങളോ എന്താണ് വേണ്ടത് വെച്ചാൽ, ഇപ്പൊ പേര് പറഞ്ഞ ആളുടെ പേര് ഞാൻ മറന്നു, എന്തായാലും ചോദിക്കാം. ഇനി അവിടുന്ന് അങ്ങോട്ട് എന്താണ് പറയേണ്ടതെന്ന് ഞെട്ടാ ചോദിക്കാം. ഏകദേശം എന്റെ ബാല്യകാലവും അത് കഴിഞ്ഞ് കലാവെള്ളത്തിൽ അധ്യാപകരാകുന്നവരുള്ള കാര്യങ്ങളും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ധരിക്കുന്നു. ഇല്ലേ? മനസ്സിലായില്ലേ? മറുപടി കിട്ടുന്നില്ല. താങ്ക് യു, നന്ദി ആശാനെ. വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ ആശാൻ പറഞ്ഞു. അത് കുട്ടികൾക്കൊക്കെ അത് നല്ലൊരു തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിക്കാനായി വിശ്വജിത്തിനെ ക്ഷണിക്കുന്നു. വിശ്വജിത്തോ? അതെ, വിശ്വജിത്ത്. വിശ്വജിത്ത് വന്നോളൂ. കേൾക്കില്ലല്ലോ. പറഞ്ഞോളൂ വിശ്വജിത്ത്, പറഞ്ഞോളൂ. ഇത് ബെറ്ററല്ല. പറഞ്ഞോളൂ, ഒക്കെ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ NSS മുള്ളൂർക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. എന്റെ ചോദ്യം ഇതാണ്: സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഥകളി പോലുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവയൊക്കെ നമുക്ക് എങ്ങനെ നേരിടാം? ആണ് ചോദ്യം. നന്നായി വിശ്വജിത്ത്. ആ പേരുമായി തന്നെ എല്ലാ കാര്യങ്ങളും വിശ്വജിത്തായിട്ട് തന്നെ തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആദ്യം. പിന്നീട് ഇപ്പോ ചോദിച്ചത് സാങ്കേതിക വിദ്യ എങ്ങനെയായാലും കഥകളിയായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഥകളിയില് പുതിയതായിട്ട് ഇപ്പോ ഉള്ളതിനേക്കാൾ പുതുതായിട്ട് ഒന്നും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് അപകടമായി തീരും. അങ്ങനെയാണ് എന്റെ സ്ഥിതി. അതായത് ഇപ്പോ മാക്സിമത്തില് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കഴിയുന്നതും അതിനെ പരിഷ്കരിച്ചു മുഴുവൻ എന്ന് പറയുക. ഇനി പരിഷ്കരിക്കാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്, കഥകളിയിലത്തെ മറ്റു ചില കാര്യങ്ങൾ. ഏതായാലും ആ കഥകളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ കലാ ആസ്വാദകർ, അതായത് കഥകളി ആസ്വാദകരെ ഇത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അങ്ങേറ്റത്തെ പരിഷ്കാരം, അങ്ങേറ്റത്തെ ആസ്വാദകർക്ക് വേണ്ടി അങ്ങേറ്റം ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന രംഗത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിനെ ആസ്വാദകർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരേപോലെ മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ആസ്വദിക്കാനും സാധിക്കത്തക്കവണ്ണം
ആക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ ഒരു കാലത്തും അതായത് ഒരു കാലത്തും എന്നിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ പ്രളയം വന്നു, മഹാമാരി വന്നു നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്താ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചാലും ഒന്നും പറയാൻ സാധിക്കുന്നു. എങ്കിൽ പോലും കഥകളിക്ക് കേരളീയരും അല്ലെങ്കിൽ ലോക ജനത ഉള്ളിടത്തോളം കാലം കഥകളിക്ക് ഒരു വിഷമതകളും വരത്തക്കവണ്ണം ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ തർക്കിച്ചു പറയും. അപ്പൊ അതുകൊണ്ട് കഥകളിക്ക് എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ളത് മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അങ്ങേറ്റവും ഇത് ദോഷം വരാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പ് കഴിഞ്ഞ് പോന്നിട്ടുള്ള വ്യക്തികളും എല്ലാം ഇതിനെ അങ്ങേറ്റം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മലയാളികളായ നമ്മൾക്ക് പ്രത്യേകിച്ചും ഈ കഥകളി മലയാളികളുടെ കൊണ്ടാണെന്നുള്ളതാണോ വെപ്പ്. അപ്പൊ മലയാളികളായിട്ടുള്ള നമ്മൾക്ക് എപ്പോഴും അഭിമാനിക്കാം, സന്തോഷിക്കാം, ചിലപ്പോ ഞാൻ പറയാച്ചാൽ ആഹ്ലാദിക്കാം. അപ്പൊ ഒരിക്കലും അതിൽ ഓട്ടം തട്ടില്ല, തട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി, പറഞ്ഞോളൂ. താങ്ക് യു. വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു, നമുക്ക് എല്ലാവരും നമ്മളത് അങ്ങനെ ഒരു ചിന്ത ആണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. ആശാന് എന്തായാലും ആശാന്റെ പോസിറ്റിവിറ്റി അത് എന്തായാലും പറയാതെ വയ്യ. എല്ലാ കുട്ടികൾക്ക് മോശമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അങ്ങനെ തന്നെ പോട്ടെ, അത് നമ്മളെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഇന്നും നിലനിൽക്കട്ടെ. അങ്ങനെ തന്നെ പോട്ടെ എന്നല്ല. അപ്പൊ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ അല്ലാതെയാണ് എന്നാണ് ധ്വനി വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ആശാന്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആയിക്കോട്ടെ 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 പറഞ്ഞോളൂ. ശരി, ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നതിനായി ഷഫ്നയെ ക്ഷണിക്കുന്നു. ഷഫ്ന പേര് പറഞ്ഞോളൂ കേട്ടോ. നമസ്കാരം ആശാനെ, ഞാൻ ഷഫ്ന, മുള്ളൂർക്കര NSS +2 വിദ്യാർത്ഥിനിയാണ്. ചോദ്യം, ഒരു അനുഗ്രഹീതനും അതുല്യനുമായ കഥകളി നടനായിരിക്കുമ്പോൾ തന്നെ ചലച്ചിത്ര ആസ്വാദകർക്കും അങ്ങയുടെ അഭിനയ തികവുകൾ അനുഭവവേദ്യമായിട്ടുണ്ടല്ലോ. ഈ രണ്ടു മേഖലകളിലെയും അഭിനയ സാധ്യതകളെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അഭിനയ സാധ്യതകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ശരിയാണ്. അതിന്റെ മുമ്പേ മറ്റേ അഭിനയം കൊണ്ട് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനോ അവരുടെ സ്നേഹം സമ്പാദിക്കാനോ സാധിച്ചു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടില്ല, അങ്ങനെ വിചാരിക്കും വേണ്ട. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ അഭിനയം എപ്പോഴും കഥകളെ പോലെ അഭിനയം മറ്റൊന്നിലുമില്ല. പിന്നുള്ളത് കൂടിയാട്ടത്തിലാണ്. ഇങ്ങനെ ഈ രണ്ട് കലയിലുള്ള അഭിനയമായി അഭിനയിക്കേണ്ട യാതൊരു കാര്യവും സിനിമയിലില്ല. സിനിമയിൽ വാചികാഭിനയമാണ്. വാചികാഭിനയം നമ്മൾ സംസാരിക്കുന്ന മാതിരി അങ്ങനെ സംസാരിക്കുക, അത്രേ വേണ്ടു. പക്ഷേ നമുക്ക് അഭിനയിക്കാനല്ല, അഭിനയിക്കാനല്ല പ്രയാസം. ഈ വാചികം ഉണ്ടല്ലോ, അതായത് ഭാഷ സംസാരിക്കണമെങ്കിൽ അവിടെ നമുക്ക് കുറച്ചൊരു പ്രയാസം വരുന്നുണ്ട്. അതായത് ശീലിക്കാത്ത കാരണം കൊണ്ടായിരിക്കാം. എങ്കിലും ശരി, അഭിനയത്തിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തപ്പോ മറ്റേ അതിന്റെ സംവിധായകനായിട്ടുള്ള പ്രഗത്ഭനായ ഷാജി കരുൺ മുതലായ പിന്നെ ജയരാജൻ തുടങ്ങിയിട്ടുള്ളവരുടെ എന്താ സമ്മതം, വലിയ സമ്മതപത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഭിനയം ഒട്ടും മോശമല്ല എന്നുള്ളത്. എന്നല്ലാതെ ഈ സംസാരത്തിന്റെ കാര്യത്തില് അവിടെ ഞാൻ പരാജയമാണ്. ഞാനിപ്പോ ആദ്യം തന്നെ പറഞ്ഞത് ഒറ്റ കൈ കൊണ്ട് കാണിക്കലേ ശീലമുള്ളൂ, അല്ലാതെ സംസാരിക്കുന്ന ശീലമില്ല എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ വാസ്തവത്തില് അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും കഴിവില്ല എന്ന് തോന്നിയത് സംസാരിക്കാൻ. അഭിനയത്തിന്റെ കാര്യത്തിൽ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അഭിനയ കഥകളിക്കാരിലോ കൂടിയാട്ടക്കാരിലോ ഉള്ളതിനേക്കാൾ കൂടുതലൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലോ ഇല്ല. അത് വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, വാചികാഭിനയം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണോ എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഭാവം നമ്മളുടെ മുഖത്ത് കണ്ടെത്താൻ വരും. ഇവിടെ ഈ
വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അറിയണം, നാട്യശാസ്ത്രത്തിന്റെ അഭിനയ വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ട് കഥകളിക്കാരും കൂടിയാട്ടക്കാരും കാണിക്കുന്നത്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക അനുഭവം ഈ സിനിമയില് അഭിനയത്തില് ഉണ്ട് എന്നുള്ളത് അവരെന്നെ സമ്മതിക്കില്ല. അതായത് കഥകളി തന്നെയാണ് കൂടുതൽ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള സിനിമാക്കാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള, അതായത് മോഹൻലാൽ അടക്കം, എനിക്ക് ഇതിലൊന്നും പറയാനില്ലല്ലോ, ആ ലാലടക്കം അത് സമ്മതിച്ചു കഴിഞ്ഞതാണ്. പിന്നെ സത്യമുള്ള കാലത്ത് സത്യനും കൃഷ്ണനായരാജാനും കൊണ്ട് വലിയ ബന്ധമായിരുന്നു. അഭിനയം പഠിക്കാൻ വരണം തുറന്നു അദ്ദേഹത്തിനോട്. ഇതൊരു രസമാട്ടോ. ഞാൻ നിങ്ങൾക്ക് കുട്ടികളെന്നല്ല, നിങ്ങൾ വലിയവരാണ്, എന്നാലും വേണ്ടില്ല, ഒരു കാര്യം പറയുകയാണ്. കൃഷ്ണനായരാജന്റെ അടുത്ത് സത്യം ചെന്നിട്ട് ചോദിച്ചു, ആചാര്യ കുറച്ച് അഭിനയം പഠിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അത് അപ്പൊ കൃഷ്ണനായരാജൻ പൊതുവെ ഈ തമാശ പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോ എന്റെ വടിയിൽ നിന്ന് എടുത്തു വരാൻ യാതൊരു രക്ഷയില്ല. അപ്പോ വേണമെങ്കിൽ ഇവരുടെ അടുത്ത് വന്നിരുന്നത് ഇങ്ങനെ പഠിക്കാച്ചാ പഠിപ്പിച്ചു തരാം. നിങ്ങളെക്കാട്ടിലും വലിയൊരാൾക്കാരൊന്നും അല്ല നിങ്ങളൊന്നും, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ സത്യനും കൂടിയും, സത്യന്റെ അഭിനയമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, കണ്ടില്ലെങ്കിലും. അപ്പോ ഇത്രയും കേവലായിട്ടുള്ള സത്യൻ കൃഷ്ണനായരാജന്റെ അടുത്ത് പഠിക്കാൻ ചെന്നു. എന്തിന്? അഭിനയത്തിന്. അപ്പോ ഈ കഥകളിക്കുള്ള അഭിനയം ഏറ്റവും വലുതാണ് എന്നുള്ളത് അവിടെ മുതൽക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വിശ്വസിച്ചോളൂ. കഥകളിയെ എപ്പോഴും സ്നേഹിക്കണം, സ്നേഹിക്കാതെ കഴിയുന്നതും അവഗണിക്കാതിരിക്കുക. അല്ല, അവഗണിക്കാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത് കണ്ടാൽ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ആംഗിക ഭാഷ മനസ്സിലാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാണണ്ട തോന്നിയിട്ട് പോവുകയാണെങ്കിൽ പോലും അതിനെ അവഗണിച്ച് കൊണ്ടുപോവുകയാണെന്ന് ധരിക്കരുത് പറ്റുന്നവര്. നന്ദി, നമസ്കാരം. അത് വളരെ നല്ലൊരു ഉപദേശം തന്നെയാണ് ആശാൻ കൊടുത്തത്. നമുക്കതൊരു പുതിയ അറിവാണ് സത്യന്റെ ഒക്കെ കാര്യങ്ങൾ. നമുക്കത് സംശയമില്ല അഭിനയത്തിന്റെ. പിന്നെ വേറൊരു കാര്യം ആശാനോട് എനിക്ക് കുറച്ച് ചെറിയ എതിർപ്പുള്ളത്, വാചികത്തിൽ ആശാൻ പോരാ എന്ന് ആശാൻ ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആശാൻ എഴുതിയ കുറെ കവിതകൾ ഞാൻ വായിക്കാൻ ഇടയായിട്ടുണ്ട്. മൂകാംബിക ദേവി നന്നായി പ്രസാദിച്ചിട്ടുള്ള ഒരാള് തന്നെയാണ്. അഭിനയത്തോടൊപ്പം തന്നെ വാചികത്തിൽ അത് കയ്യും അല്ല തലയും പേനയാണ്. വ്യത്യാസം ഉണ്ടല്ലേ? പക്ഷെ വാചികം ഒരു ഏറ്റവും ആശാന്റെ ഇന്റർവ്യൂകൾ കേട്ടാലും, ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഇന്റർവ്യൂകളൊക്കെ കേട്ടിരുന്നു, അതിലൊക്കെ ആശാന്റെ വർത്തമാനം കേട്ടിരുന്നാൽ ഈ കഥകളി കാണുന്നത് പോലെ തന്നെ അത്രയും രസകരമായിട്ട് ആസ്വാദ്യകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ചിന്തിക്കുന്ന കുറെ പേർക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. വാചികം മോശമാണ് എന്നുള്ളത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അത് യാഥാർത്ഥ്യമാണ് ആശാന്, അതുകൊണ്ടാണ് അത് ഒട്ടും മോശമില്ല. അത് നീ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് മാത്രം. പിന്നെ ഇത് വളരെ നല്ലൊരു ആണ്. എന്താ വെച്ചാൽ അഭിനയ കല എന്ന് പറയുന്നത് അതിന്റെ നല്ലൊരു ഉത്തരം തന്നെ ഞങ്ങൾക്ക് എല്ലാം നല്ലൊരു അറിവായിട്ട് തന്നെയാണ് അത് തന്നത്. വളരെ നല്ലൊരു ഉത്തരമായി അത്. ഇനി അടുത്ത എന്തായാലും കുട്ടികളെ കൊണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം പ്രത്യേകം മനസ്സിൽ ഓർമ്മിക്കും. ഞങ്ങൾ കുട്ടികളെ എല്ലാവരും അത് ഓർമ്മിക്കുമെന്ന് ഉറപ്പ് തരുവാണ്. അവഗണിക്കില്ല എന്ന് മാത്രമല്ല, ഇതിന് കൂടുതൽ കൂടുതൽ അവരെ ആസ്വദിക്കാൻ അവർ ശ്രമിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഈ വരുന്ന കുട്ടികളെങ്കിലും അതിന് ശ്രമിക്കും. കഥകളി ആസ്വദിക്കാൻ മുദ്രകളും ഇതൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് ശ്രമിക്കും. ഒരിക്കലും അവഗണിക്കില്ല എന്ന് ആശാന് ഉറപ്പ് തരും. പിന്നെ ഇനി അടുത്ത ചോദ്യം ചോദിക്കാലോ അല്ലെ ആശാനെ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ? അടുത്ത ചോദ്യം ചോദിക്കുന്നതിനായി ഷിനോജിനെ ക്ഷണിക്കുന്നു. നമസ്കാരം ആശാനെ, ഞാൻ മുള്ളൂർക്കര സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ നിന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്. കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ നിന്നാണ് മുള്ളൂർക്കര സ്കൂളിലെ. എൻ്റെ ചോദ്യം ഇതാണ്. കലാമണ്ഡലം ഗോപി ആശാന്റെ നളന് കഥകളി ആസ്വാദകരുടെ ഇടയിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ.
അതേ അവസരത്തിൽ രംഗത്ത് ഏറ്റവും അധികം നേരിടേണ്ടി വന്ന ആത്മസംഘർഷങ്ങളെ പറ്റിയോ വേഷങ്ങളെയോ പറ്റിയുള്ള അനുഭവങ്ങളൊന്ന് ഒന്ന് വ്യക്തമാക്കാമോ? ഈ വളരെ പോലുള്ള വേഷങ്ങളോ അനുഭവ വേഷങ്ങൾ ഇപ്പോൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് കഥകളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങേക്ക് കുറെ ആത്മസംഘർഷങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. നളന്റെ കാര്യമാണ് ഷിനോജ് ചോദിക്കുന്നത്. നളന്റെ ഗോപി ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളചരിതത്തിലെ വേഷമാണ് ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരിക. അപ്പൊ അത് വളരെ നളന്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള നളൻ എന്ന കഥാപാത്രം ഒരുപാട് ആത്മസംഘർഷം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാനും വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ആ കഥാപാത്രത്തെ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകൾ, അതൊക്കെയാണ് അവൻ ഉദ്ദേശിച്ചത്. ഏകദേശം മനസ്സിലായി. അല്ല അല്ല ഏകദേശം മനസ്സിലായി, പറഞ്ഞത് മനസ്സിലായി. ഏതായാലും അത് മനസ്സിലാവാനില്ല. പറഞ്ഞത് ഈ എന്റെ നളനെ പോലുള്ള മറ്റുള്ള വേഷങ്ങളും ഇങ്ങനെ സംഘർഷം തികഞ്ഞതാണോ ഉള്ളതാണോ എന്നായിരിക്കും. മൈക്ക് എല്ലാവരും ഒന്ന് ഓഫ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യണേ, മ്യൂട്ട് ചെയ്യണേ. ഈ നളൻ എന്ന് പറഞ്ഞല്ലോ, 4 ദിവസം നളൻ പറയുകയാണ്. അതായത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. ഇതിൽ 4 തരത്തിലാണ്. ഇതിൽ 2-ാം ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ശൃംഗാരം, ശോകം, അല്പം രൗദ്രം, ഭയം അല്പം, ഇതൊക്കെ ഉള്ളതാണ് ഈ 2-ാം ദിവസം. ഇതിൽ സംഘർഷം ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം അതാണ്. ആ സ്വഭാവത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് കാണിക്കുമ്പോ നളന് മാത്രമല്ല, ഏതൊരു കഥാപാത്രമായാലും ആ നളയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇതാണ് കാര്യം. മനസ്സില് അത് ആ കഥാപാത്രത്തിന്റെ സ്ഥായി ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കാണിക്കുമ്പോ നമ്മളുടെ മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊക്കെ നമ്മള് അങ്ങേയറ്റം നമ്മളുടെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട്, അതായത് ഒതുക്കിക്കൊണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ജീവിച്ച് പോകത്തക്കവണ്ണം അങ്ങേറ്റം മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആസ്വാദകരിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അവർക്ക് ആസ്വാദനം കിട്ടണമെങ്കിൽ എപ്പോഴും ഒരു കലാകാരൻ, ഞാന് എന്നല്ല, കലാകാരൻ, പ്രത്യേകിച്ചും കഥകളിക്കാരെ കൂടി പറയുമ്പോ കഥകളി കലാകാരൻ ആസ്വാദകരുടെ മാനസികമായ ആ സ്വാധീനത്തിനെ അങ്ങേറ്റം അവർക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേറ്റവും ശ്രമിച്ചാൽ ആ ശ്രമമാണ് ഈ കലാകാരന്മാരുടെ നടന്റെ ഏറ്റവും മാനസികമായ ഒരു പിരിമുറുക്കം. ആ പിരിമുറുക്കത്തിനെ നമ്മള് ഇല്ലാതെ ആക്കുമ്പോ നമ്മളുടെ ആ കഥാപാത്രത്തിന്റെ സ്ഥായി ഭാവത്തിന് അനുയോജ്യമായി മുന്നോട്ട് പോകാൻ അങ്ങേറ്റവും വിഷമമായി തീരും. അപ്പൊ എപ്പോഴും ഒരു സംഘർഷാവസ്ഥ ഈ കലാകാരന്റെ, കഥകളി നടന്റെ കിട്ടുന്ന വേഷത്തോട് യോജിച്ചു പോകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ അതൊരു അപകടത്തിലേക്കുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കലല്ല, എപ്പോഴും ആ കഥാപാത്രത്തെ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള സംഘർഷമാണ്. അത് അവനവൻ സ്വയം അനുഭവിച്ചു തീർക്കുമ്പോ അതിന് അങ്ങേറ്റം ശക്തി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടാം. ഇതാണ് അതിന്റെ കാര്യം. നന്ദി ആശാൻ. താങ്ക് യു ആശാൻ. അഭിനയ ഞാൻ നളൻ എന്ന് പറയുമ്പോ അത് പറയാൻ പറ്റില്ല, അത്രയും വലിയൊരു വേഷപ്രാധാന്യം, അതിന്റെ ഏറ്റവും നല്ലൊരു കഥാപാത്രം ഗോപിയാശാന്റെ എനിക്കും കുറച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഏറ്റവും സന്തോഷത്തോടെ അത് ഓർക്കണു ഇപ്പോഴും. ആശാന് ഏതെങ്കിലും ഒരു രംഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുഖാഭിനയം ആശാൻ പറ്റും എന്ന് പറഞ്ഞുല്ലോ. ഒരു നവരസം ഇപ്പൊ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ?
അല്ല ഞാനിപ്പോ സകല അല്ല നിങ്ങൾ അതായത് ടീച്ചർമാർക്കും അതായത് അവിടെ സ്കൂൾ ടീച്ചർമാരല്ലാത്ത ആൾക്കാരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അഭിമുഖം തരാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരുന്നത്. അപ്പൊ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ സന്തോഷം എന്താണോ അതിന് ഞാൻ എന്തുവരെങ്കിലും എന്നാൽ കഴിയുന്നത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് കുട്ടികളുടെ ആവശ്യം, കുട്ടികളുടെ ആവശ്യം തന്നെയാണ്, ടീച്ചറുടെ ആവശ്യമാണോ? കുട്ടികളും ആവശ്യപ്പെടുന്നുണ്ട്. അവരും അറിയട്ടെ ആശാനെ, ഇത് എന്തായാലും അറിയേണ്ടതാണ്. അവര് പലരും 50 ആളും ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഒരു വിഭാഗം ആളുകൾ അതിനു വേണ്ടി ആഗ്രഹിച്ചു, എന്നോട് പറഞ്ഞു. അല്ല ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ബുദ്ധിമുട്ട് ആവില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത് വെച്ചിട്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കാതെ കാരണം എനിക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് ബുദ്ധിമുട്ട് വരരുത്, അതുമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത്. നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് തരിക എന്നുള്ളത് എന്റെ കയ്യിലുള്ള വിദ്യ കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പൊ അത് കാണിച്ചു തരാം, സമരസം കാണിക്കാം സന്തോഷമായിട്ട്. വളരെ സന്തോഷം. അല്ല ഒരു കാര്യം കൂടി ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ. അവിടെ എന്താ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഉണ്ടോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ, ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആശാൻ നമുക്ക് നവരസങ്ങൾ കാണിച്ചു തരികയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ ആശാന്റെ ഇത് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആശാന്റെ മുഖം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ആശാന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. പിൻ കൊടുത്തു കഴിഞ്ഞാൽ മുഖം മാത്രം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരും ആസ്വദിക്കുക. അല്ല അങ്ങനെ അത് വെച്ചാലേ അത് കേട്ടോളൂ. കേക്കോ? അങ്ങനെയുണ്ടോ? അല്ല ഞാൻ പറയട്ടെ. കേട്ടോ, ആയിക്കോട്ടെ. ആദ്യപ്പോ ശൃംഗാരാണ്. എപ്പോഴാണ് ഈ ഇങ്ങോട്ട് നോക്കാൻ നോക്കിയില്ല. അപ്പൊ എങ്ങനെയല്ലേ നോക്കാം? ഒന്ന് മരിക്കാലോ? ഇപ്പൊ കാണോ? ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആണ്. ശൃംഗാരം ഇനി ഹാസ്യം. കരുണം, അതായത് സങ്കടം. രൗദ്രം, വീരം,
മനസ്സിലാവാനാട്ടോ. ബീഭത്സം എന്ന് പറഞ്ഞാൽ മാറ്റം വരുമ്പോ ഉണ്ടല്ലോ അത്. അത്ഭുതം. ശാന്തം. ശാന്തം എന്ന് പറഞ്ഞാൽ ഭക്തി. ഇനി ഇത് നവരസം കഴിഞ്ഞു. ഇനി ലജ്ജ നൂലും കാണിക്കാം. ലജ്ജ. അതിനു വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് അതിന്റെ ഒരു പേടിയുണ്ട്, അവർക്ക് അറിയില്ല എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ടെൻഷൻ കാരണമാണ് ആശാനോടത് തുറന്ന് പറയാൻ ശരിക്കും അവര് ചോദിക്കാറൊക്കെ ഉണ്ട്. ഒരു പേടി, അത് അവർക്ക് പറഞ്ഞാൽ തെറ്റുമോ എന്നുള്ള ഒരു ഭയം, അത് കാരണമാണ് അവരുടെ പേരിൽ ഞാൻ ശരിക്കും ഏറ്റവും സന്തോഷപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാണ് അത്. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇതില് പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതായത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞതല്ലേ മനസ്സിലായി പറയാൻ പറ്റൂ. അപ്പൊ മനസ്സിലാവാത്തത് മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാമത്തിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കേട്ടില്ലേ മക്കളെ? നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആശാൻ ഒരിക്കലും ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, വളരെ ഇൻഫോർമൽ ആയിട്ട് കാഷ്വൽ ആയിട്ട് ആശാനോട് സംസാരിക്കാൻ പറ്റുന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഇത് നല്ലൊരു, അവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. അവർക്ക് പുതിയൊരു അനുഭവം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ അല്ലെ? അടുത്ത ചോദ്യം ചോദിക്കുന്നതിനായി അനിലയെ ക്ഷണിക്കുന്നു. അനില. നമസ്കാരം ആശാനെ. ക്ലിയറാ? ഞാൻ അനില. അതെ. പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. മുള്ളൂർക്കര സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഓ, സന്തോഷം. പറഞ്ഞോളൂ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങ് സന്ദർശിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? കേരളത്തിന്റെ മാത്രം ആണോ ചോദിക്കുന്നത്, അതോ ലോകത്തിന്റെ ആണോ? കേരളത്തിന്റെ വിവിധ ഭാഗം മാത്രമാണോ ചോദിക്കുന്നത്, അതോ ലോകത്തിന്റെ ആണോ? വിദേശ രാജ്യം കേരളത്തിൽ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും എന്നാണോ ഉദ്ദേശിച്ചത് ആശാനെ? കേരളത്തിലും വിദേശ രാജ്യം. അത് ശരി. അപ്പൊ കേരളത്തിന്റെ മാത്രമാണെങ്കിലേ ഒരു സ്ഥലവും ബാക്കിയില്ല, എല്ലാവരും കറങ്ങി നടന്നിട്ടുണ്ട്. അതായത് ഈ വേഷം വേഷം കെട്ടിപ്പിക്കലല്ല, വേഷം കെട്ടാൻ വേണ്ടിയിട്ട് കറങ്ങി നടന്നിട്ടുണ്ട്. ലോകത്തിലാണെങ്കിൽ, അതായത് ലോക രാഷ്ട്രങ്ങളിലെ ഇനി പോവാത്ത സ്ഥലമില്ല. ഒരു കാര്യമുള്ളത്, ഇനി പോവാത്ത സ്ഥലം എല്ലാവരുടെ അവസ്ഥാവും. മറ്റേ പാകിസ്ഥാനിൽ പോയിട്ടില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പോയിട്ടില്ല. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളീയരെ പോലെ തന്നെ കൂടുതലും വിദേശങ്ങളില് ആലോചിച്ച് നോക്കുമ്പോ നമ്മളുടെ യൂറോപ്യൻ രാജ്യത്ത് ഫ്രാൻസിലാണ് കൂടുതൽ
ആസ്വാദകരുള്ളത്. അവിടെ ഞങ്ങള് 67 ഒരു ട്രൂപ്പ് പോവുണ്ടായി. 4 മാസത്തെ പര്യടനം യൂറോപ്യൻ രാജ്യങ്ങളിലെ മുഴുവൻ, ഫ്രാൻസിൽ മാത്രമല്ല, അതായത് പാരീസ് ഫ്രാൻസിൽ മാത്രമല്ല, ബാക്കി സകല ദിക്കിലും, അതായത് യൂറോപ്യൻ രാഷ്ട്രം മുഴുവൻ. അതിൽ എല്ലാ ഫ്രാൻസിലും ലണ്ടനിലും ഒരേ ആഴ്ചത്തെ പരിപാടിയായിരുന്നു. അതായത് ഒരാഴ്ചത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അതായത് മാറ്റിനി ഫസ്റ്റ് ഷോ, 3 മണി മുതൽക്ക് 5:30 വരെ ഒരു ഷോ, 7 വരെ വേറൊരു ഷോ. കഥ ഒന്ന് തന്നെ. ഫ്രാൻസിലെ മഹാഭാരതം, മറ്റേ ലണ്ടനിലെ രാമായണം. ഇത് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയൊക്കെ ടൂറ് തന്നെ. അതായത് ചിലതില് ഒരു കഥയുണ്ടാവുള്ളൂ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഫ്രാൻസിലും ലണ്ടനിലും, ഫ്രാൻസില് 4000 ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു തിയേറ്ററാണ്, സീറ്റോട് കൂടിയിട്ടുള്ള തിയേറ്ററാണ്. അവിടെ ഈ 4000 ആൾക്ക് ഇരിക്കാവുന്ന തിയേറ്ററിൽ ഒരാഴ്ചത്തെ സകല ടിക്കറ്റ് ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ചോദിച്ചു, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല, ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ 2 ദിവസം കൂടി നിൽക്കാൻ പറ്റും. അത് ഈ ഒന്നിച്ച് ബുക്ക് ഏറ്റ കാരണം കൊണ്ട് എന്തുണ്ടായി വിചാരിച്ചാൽ, ഇനി ഇപ്പൊ തൽക്കാലം സാധ്യമല്ല, പോയി കഴിഞ്ഞ് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോരേണ്ടി വന്നു. അത്രയ്ക്കും ആസ്വാദകര് അവിടെ ഉണ്ടായിരുന്നു. ഈ 4000 സീറ്റില് തികഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടാതെ, ഈ ഒരാഴ്ചക്ക് ടിക്കറ്റ് കിട്ടാതെ ഉള്ള ആൾക്കാര്. അപ്പോ അതിൻ്റെതായുള്ള ആസ്വാദന ശേഷി ആലോചിച്ച് നോക്കൂ. നേരെ മറിച്ച് ഞാൻ കേരളീയരെയോ കേരളത്തിനെയോ അവമാനിക്കല്ല കേട്ടോ. ടിക്കറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു കഥകളി നടത്തുകയാണെങ്കിൽ ഒറ്റ കുട്ടി കാശ് കൊടുത്ത് വാങ്ങിക്കാതെ വന്ന് കയറുള്ളൂ, കാശ് കൊടുത്ത് വരില്ല. ഇത് 2 കൂടിയുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. ഏതായാലും ഇവിടെ ആസ്വദിക്കാറുണ്ട്, പക്ഷെ കാശ് കഥകളിക്ക് ചെലവാക്കാൻ തയ്യാറ് അല്ല. അതെന്തോ ആട്ടെ, എങ്കിലും ശരി, അവിടെ ഇത്രയും ആസ്വദിക്കാൻ ആൾക്കാരുണ്ട്. അതേമാതിരി തന്നെയാണ് വിദേശങ്ങളിലെ എല്ലാ സ്ഥലത്തും ചെന്നോടത്തൊക്കെ ഇതിനെ അങ്ങേറ്റം ബഹുമാനിക്കും സ്നേഹിക്കും ചെയ്യുന്ന ആൾക്കാരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ, ഇനിയിപ്പോ ഞാനിപ്പോ ഈ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ, കലാപുള്ള ട്രൂപ്പാണേ. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ അത് മനസ്സിലായിട്ടില്ല തോന്നുന്നു. ഇല്ല, കലാമണ്ഡലം അതറിയണ്ടാവും. കലാമണ്ഡലം ട്രൂപ്പാണെന്ന് അറിയാമോ? അല്ല ധരിക്കണം പറയാം. അപ്പോ ഏതായാലും മഹാകവി വള്ളത്തോളിന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇത്. കലാമണ്ഡലം ടാഗോറിന്റെ, അതായത് ശാന്തിനികേതൻ ഉണ്ടല്ലോ കൽക്കട്ടയില്, ആ ശാന്തിനികേതന്റെ ടാഗോർ മഹാകവിയാണ്. അതും അറിയാലോ, അതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെ പോലെ ഉയർന്നൊരു സ്ഥാപനമാവണം കലാമണ്ഡലം എന്നുകൂടി മഹാകവി വള്ളത്തോളിന് അങ്ങേറ്റം ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഏകദേശം ആ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഇതാണ് അതിന്റെ പശ്ചാത്തലം. ഇനി എന്താ വേണ്ട വെച്ചാൽ ചോദിക്കാം. വളരെ വിഷമമുണ്ട് ആശാൻ പറഞ്ഞ അവസാനത്തെ വാചകം. ഇത്തിരി വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ്, സംശയമില്ല. അത് കേരളീയരുടെ ഒരു സ്വഭാവമാണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ അങ്ങേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ കാര്യങ്ങള് വിദേശത്ത് ഇത്രയും ഒരു വലിയ പങ്ക് തന്നെയാണ് അങ്ങേക്ക് നടത്താൻ പറ്റിയിട്ടുള്ളത്, അതിൽ സംശയമില്ല. അവിടെ ആസ്വാദകരുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യവുമാണ്. 4000 സീറ്റ് ഉണ്ടായിട്ടും വീണ്ടും ആശാനോട് ഒരു അഭ്യർത്ഥന വന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് അഭിനന്ദനീയം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക്, നമ്മൾ അവസാനത്തെ ചോദ്യം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആശാനെ വിടാൻ തോന്നുന്നൊന്നുമില്ല, എങ്കിലും ഇതിലൂടെ ഈ ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നതിനായി എന്താണ് പേര് പറഞ്ഞു, അമൃതയെ ക്ഷണിക്കുന്നു.
അമൃത 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 അമൃത. നമസ്കാരം ആശാനെ. നമസ്കാരം. അമൃത, അങ്ങയുടെ പഠനകാലത്തുണ്ടായിരുന്ന ചിട്ടകളെ പറ്റിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്ക് എണീക്കുകയും പരിശീലനം ചെയ്യുകയും ആയിരുന്നല്ലോ പതിവ്. എന്നാൽ ഇന്നത്തെ പഠനവും പരിശീലനവും ഒക്കെ അങ്ങനെ തന്നെയാണോ? ഇന്നത്തെ പുതുതലമുറകൾ ഇങ്ങനെയെല്ലാം കഠിന പ്രയത്നം ചെയ്യുവാൻ തയ്യാറാവുന്നുണ്ടോ? കഥകളി ഉൾപ്പെടെയുള്ള കലാരംഗത്തെ പുതുതലമുറക്കാരോട് അനുഭവ സമ്പന്നനും പരിണിത പ്രജ്ഞനുമായ അങ്ങേക്ക് എന്ത് സന്ദേശമാണ് പകർന്നു നൽകാനുള്ളത്? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? പറയൂ അമൃതേ. അത് കഴിഞ്ഞു. എവിടെ അമൃത? ഇത്രയും പഠിച്ചു വെച്ചിട്ട് ആരും ചോദിച്ചു അത് പോയി ചെയ്തു അല്ലേ? പോയില്ല പറ. ഏതായാലും ഞാൻ പഠിക്കുന്ന കാലത്ത് 3 മണി മുതലേക്കാണ് ഞങ്ങളുടെ ക്ലാസ്. രാവിലെ 3 മണി മുതൽക്ക് വൈകുന്നേരം 8:30 വരെ. തുടർച്ചയായിട്ടല്ല, അതിന്റെ ഇടയിൽ വ്യത്യാസങ്ങളുണ്ട്, സമയത്തിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അനുസരിച്ച് പറഞ്ഞ സമയം കളയേണ്ട വെച്ചാണ്. ഏതായാലും ക്ലാസ്സുകളിലുള്ള സമയം ഒരു വൈകുന്നേരം 8:30 വരെ ഉണ്ട്. അപ്പോ അതിന് ഞങ്ങൾക്ക് അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുപ്പൊക്കെ തോന്നിയിരുന്നു. അതായത് മഴക്കാലം അല്ലെങ്കിലും വെളിച്ചാളം കാലത്ത് പ്രായവും കുട്ടികളുടെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ വെളിച്ചാകുമ്പോൾ എണീക്കാനുള്ള മടിയുള്ള ആൾക്കാരാവുമല്ലോ. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് തോന്നിയിരുന്നു. പക്ഷെ ഒരു കാര്യമുള്ള എന്താ വെച്ചെങ്കിൽ പേടിച്ചിട്ട്, ഗുരുനാഥന്മാരെ പേടിച്ചിട്ട് എങ്ങനെയും ആ 3 മണിയൊക്കെ പറഞ്ഞാൽ 3 മണിക്ക് തുടങ്ങത്തക്കവണ്ണം 2:30 മണിക്ക് ഇരിക്കും, 3 മണിക്ക് ക്ലാസ് കൊടുക്കും. അങ്ങനെ അത് ശീലിച്ചിട്ട് എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ ഇപ്പോ ഈ 3 മണി കഴിഞ്ഞാൽ ഉറക്കം വരില്ല. അങ്ങനെ ദോഷമുണ്ട്. എന്നാൽ വിളിച്ചാകുമ്പോ 3 മണിക്ക് കേട്ടിട്ട് എന്ത് ചെയ്യാനാ അവിടെയൊക്കെ? അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ അവിടെ വെറുതെ കിടക്കും. എങ്കിലും ശരി, ഇപ്പോഴത്തെ കാലത്ത്, അല്ല ഇപ്പോഴത്തെ കാലത്തല്ല, ഇപ്പൊ കലാമണ്ഡലത്തില് 4 മണിക്കാണ്. ആ 4 മണിക്ക് അവർ നീറ്റുന്നുണ്ട്. ശരിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ നടത്തുന്നുണ്ട്. അതായത് പഠിക്കേണ്ട കാര്യത്തിലൊന്നും അവിടെ ഉള്ള സമയത്ത്, അതായത് പഠിപ്പിന്റെ സമയങ്ങൾ നിശ്ചയിച്ചുള്ള സമയമുണ്ട്. സുന്ദരമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലാരും ഒരു അമാന്തം വിചാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. എല്ലാവരും ശുഷ്കാന്തിയോടുകൂടി തന്നെയാണ് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാമണ്ഡലത്തിനെ സംബന്ധിച്ചും കഥകളിയെ സംബന്ധിച്ചും മറ്റുള്ള കലകളെ, അവിടെ കലാമണ്ഡലത്തിലുള്ള മറ്റുള്ള കലകളെ സംബന്ധിച്ചും എപ്പോഴും ഈ കുട്ടികളെ സാമീപ്യം, അവര് പഠിക്കാനുള്ള ഔത്സുക്യം, ഉത്സാഹം, അതുകൊണ്ട് എന്തുണ്ടെന്ന് വിചാരിച്ചാൽ എപ്പോഴും ഈ കലകളെ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പറയാതെ വയ്യ. അതാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയായാലും ഉണ്ടാവേണ്ട പ്രധാന ഒരു കാര്യം. എന്തൊരു വിഷയം പഠിക്കുന്നുവോ അതിൽ അങ്ങേറ്റം ശ്രദ്ധാലുക്കളാവുക, അതിൽ അങ്ങേറ്റം വിജയിക്കാൻ നോക്കുക, ഉന്നതിയിലെത്താൻ നോക്കുക. ഈ പറഞ്ഞ നിങ്ങളൊക്കെ അടുത്ത ഈ തലമുറ എന്നൊക്കെ പറഞ്ഞ് മാറി മാറി വരാലോ. അപ്പോ നിങ്ങളൊക്കെ ഇപ്പോ എവിടെ എത്തും എന്നുള്ള ഒരാളെ മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പോ അവനവന്റെ മനസ്സിലാണ് എല്ലാം, അവനവന്റെ മനസ്സിന്റെ ഉറപ്പാണ് എല്ലാം. കലകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും പൊതു വിദ്യാഭ്യാസങ്ങളായാലും എല്ലാത്തിലും അവനവന്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഇതിനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ അത് അങ്ങേറ്റം വിജയിക്കണം എന്ന ഒരൊറ്റ വാശി മനസ്സിലുണ്ടാവണം. അതുകൊണ്ടുണ്ടാവുന്ന ഗുണം അവനവനെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അങ്ങേറ്റവും സ്നേഹവാത്സല്യവും ബഹുമാനവും തോന്നും. ഇതാണ് ഇന്നിപ്പോ എല്ലാ കലാലയങ്ങളിലും വേണ്ടത്. ഇതന്നെയാണ് കലാമണ്ഡലത്തിൽ മാത്രമല്ല, ഞാൻ എല്ലാ കലാലയങ്ങളും ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇത് എല്ലാവരുടെയും, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുള്ള, എന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചു എന്നല്ല അർത്ഥം, പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ അവിടെ അടുത്തിരിക്കുന്നുണ്ട്. ഏതായാലും എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികള് അങ്ങേറ്റവും ഇക്കാര്യത്തിൽ ശുഷ്കാന്തി വിചാരിച്ച് മനസ്സിനെ ഉറപ്പിച്ച് എല്ലാ തമാശകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തി മുന്നോട്ട് പോകാനുള്ള അങ്ങേറ്റത്തെ സന്നദ്ധത
കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനത്തെയാണെന്ന് പറയുക. കാരണം കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒന്നുകൂടി പുതിയ കേരള പിറവി ദിവസം നിങ്ങളെ അങ്ങേറ്റം സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാൻ സാധിച്ചത് ഒറ്റ കാര്യം, അതായത് നമ്മളുടെ ഉണ്ണിനമ്പൂരി മാഷുണ്ടല്ലോ, വെമ്പോല ഉണ്ണിനമ്പൂരി മാഷ്, അദ്ദേഹം ആണ് ഇതിന്റെ എന്താ പറയേണ്ടത്, ഇതിന്റെ പ്രൊഫൈസർ എന്താ ഡയറക്ടർ എന്നോ അതൊക്കെ എന്തായാലും ഉണ്ണിയേട്ടനുള്ളതുകൊണ്ടാണ് ഇത് സാധ്യമായത്. അതാണ് അദ്ദേഹത്തിന്റെ നിർബന്ധമായിരുന്നു. അപ്പൊ ആദ്യം റിക്കാർഡ് ചെയ്ത് അയക്കാതാണ് പറഞ്ഞത്. അപ്പൊ അതല്ല, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം തീരുമാനിച്ചു. ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയായിരിക്കും. ഞാൻ ധന്യവാദമായി. ആശാൻ തിരക്കുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? അതല്ല, കുട്ടികള് അറിയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുറച്ചും കൂടി നമുക്ക്, കാരണം കഥകളി എന്ന് പറഞ്ഞാൽ അതില് ഈ സംഗീതവും നൃത്തവും ഓർക്കസ്ട്രയും എല്ലാം വരുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സംഗീതം, മലയാള ചലച്ചിത്ര സംഗീതം മുമ്പത്തെയൊന്നും ഇപ്പോഴത്തെ സംഗീതവുമായിട്ട്, കാരണം ഓർക്കസ്ട്രേഷൻ ആയാലും ശരി, അതിന്റെ ഭാവമായാലും ശരി, പദങ്ങളായാലും ശരി, അന്നത്തെ കവികളും അല്ലെങ്കിൽ വയലാർ ദേവരാജൻ മാഷെ പോലെയുള്ളവരും ഇന്നത്തെ പുതിയ ആൾക്കാരും തമ്മിലുള്ള ഈ നമ്മുടെ സംഗീതത്തിന്, മലയാള സംഗീതം ഇപ്പോ എങ്ങനെയാണ്, എവിടെയാണ്, അല്ലെങ്കിൽ അത് പറയാൻ വളരെയധികം അനുയോജ്യനാണ് ആശാൻ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് ചോദിക്കാൻ കാരണം. ഇപ്പോഴത്തെ മലയാള സംഗീതത്തിനെ കുറിച്ചും പഴയതിനെ കുറിച്ചും ഒരു താരതമ്യം ചെയ്യാം. ഇപ്പോഴത്തെ അല്ല, പഴയ സംഗീതം എന്ന് പറഞ്ഞാൽ അത് വെങ്കടകൃഷ്ണഭാഗവതരായിട്ടാണ് കഥകളി സംഗീതത്തിന് ഒരു ജീവൻ കൊടുത്തിട്ടുള്ളത്. അതിനെ ഒന്നും കൂടിയും കലാവെള്ളം തീരകണ്ഠൻ നമ്പീശൻ ഭാഗവതര് ഒന്നും കൂടി ജീവൻ കൊടുക്കാൻ, ഒന്നും കൂടിയും അതിനെ ശക്തി ഉണ്ടാക്കാൻ ശ്രമിച്ചു, വളർന്നു. ആ വളർച്ച വളർന്ന അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അവിടെ നിങ്ങളുടെ ഉള്ള പാട്ടുകാരൊക്കെ. കഥകളിലെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പാട്ടുകാരൊക്കെ. അതിൽ ഇപ്പോ ഈ കർണാടക സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാരും പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോ അവര് എന്തെങ്കിലും ചിലപ്പോ കുറച്ച് ഈ സംഗീതം അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഥകളി പാട്ട് പാടുന്ന സമയത്ത് പുതുമകൾ എന്തെങ്കിലും കാണിക്കുമായിരിക്കാം. പക്ഷേ അതിനെ അങ്ങേറ്റം എല്ലാ കാര്യങ്ങൾക്കും അത് നല്ലതാണ് എന്ന് തർപ്പിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. കഥകളി സംഗീതത്തിന് കഥകളിക്ക് തന്നെ, അതായത് വേഷത്തിന്റെ മുദ്രകൾക്ക് അനുയോജ്യമായ വിധത്തില് പാട്ടുകാരൻ പാടണം. അതായത് ഈ വാചികം പാട്ടുകാർക്കും ആംഗികം വേഷക്കാർക്കുമാണ്. അപ്പൊ അതിനോട് അനുയോജിച്ച് പാടുക വേണം. അതിപ്പോ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചിലപ്പോ ഒരു സംഗീതത്തിന്റെ ആധിപത്യം കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഗായകരാകുമ്പോ അതിൻ്റെതായിട്ടുള്ള ചിലത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നുണ്ടാവാം. ചെയ്യാൻ ഞാൻ പറയില്ല, എനിക്ക് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അത്രയും ഒരു എന്നാലും അപകടമല്ല എന്ന് പറയുള്ളൂ. അതേതായാലും സിനിമാ പാട്ടിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് കഥകളി സംഗീതത്തിനെ കാണരുത്. അതാണ് പറയാനുള്ളത്. ഇതാണ് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമായിട്ട് പറയാനുള്ളത്. വളരെ വളരെ നന്ദി, വളരെ ക്ലിയർ ആണ്. ചുമയാനേ വളരെ ആശാനെ, എന്നാ നമുക്ക് ഞാൻ ഔപചാരികതയുടെ പേരില് നന്ദി ആശാൻ, നന്ദി. അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിലും ഔപചാരികതയുടെ പേരിൽ മാത്രം ഒരു നന്ദി പറയുന്നതിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സൗമ്യ ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രണാമം ആശാനെ. പ്രണാമം. ഇന്നത്തെ ഈ ദിവസം ധന്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. സന്തോഷം. ഞാൻ ഔപചാരികമായിട്ട് തുടങ്ങട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ കലാമണ്ഡലം ശ്രീ ഗോപിയാശാൻ, നമ്മുടെ പെർഫോമൻസ് അസസ്മെന്റ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശ്രീ വേണുമാഷ്, വടക്കാഞ്ചേരി
മറ്റ് പ്രോഗ്രാം ഓഫീസർമാര്, പ്രിയപ്പെട്ട സഹപ്രവർത്തകര്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മഹാമാരിയുടെ ഈ ഒരു കാലത്ത് എന്തൊരു പ്രകാശം പരത്തുന്ന അനുഭവമായി ആശാനുമൊത്തുള്ള ഈ സംവാദം. എനിക്ക് നല്ല ഉറപ്പാണ് ഇന്നിതിൽ പങ്കെടുത്ത എല്ലാ മക്കളും എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഒരു അനുഭവമായി മാറി ആശാനുമൊത്തുള്ള ഈ സംവാദം എന്നത്. മാത്രമല്ല കഥകളിയെ കുറിച്ച് അവരിനി കൂടുതൽ ഇങ്ങനൊരു സംവാദം തുടങ്ങി വെച്ചതുകൊണ്ട് കൂടുതൽ അറിയാൻ അവർ ശ്രമിക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും അങ്ങയുടെ സമയം, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ശാരദ ടീച്ചർ ആദ്യം ഒന്ന് സംശയം പറഞ്ഞിരുന്നു, ആശാന് മുഴുവൻ സമയം വന്നിരിക്കാൻ, പ്രത്യേകിച്ച് ഈ ഗൂഗിൾ മീറ്റും ഒക്കെ ആയിട്ട് വേണമല്ലോ. അപ്പൊ നോക്കട്ടെ ടീച്ചറെ, ആശാന്റെ ഒരു സമയവും സൗകര്യവും ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആദ്യം ഒത്തിരി നിരാശ തോന്നി, വീഡിയോയിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇത് ഇങ്ങനെ നേരിട്ട് ആശാനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് ശരിക്കും ഇന്നത്തെ ദിവസം തന്നെ ധന്യമാക്കി എന്ന് പറയാം. അത് ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അതിന് എന്താ പറയാ, അതിർത്തികളില്ലാത്ത നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സന്തോഷം. വേറൊരു കാര്യങ്ങള് നന്ദി ഞാൻ വേണ്ടാന്ന് പറയില്ല. നിങ്ങളെല്ലാവരുടെയും, അതായത് നമ്മളുടെ വിദ്യാർത്ഥികളടക്കം എല്ലാ അധ്യാപകരുടെയും മറ്റുള്ള എല്ലാവരുടെയും സ്നേഹം എന്നും എനിക്കുണ്ടാവുമെന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദിയെക്കാട്ടിലും വലുതാണ് സന്തോഷം. തീർച്ചയായിട്ടും. മാത്രല്ല ഈ പരിപാടി ഇത്രയും ഭംഗി കേൾക്കുന്നതിനായിട്ട് ശാരദ ടീച്ചർ പറഞ്ഞിരുന്നു അങ്ങയുടെ മക്കളായിട്ടുള്ള ശ്രീ രഘുവും ശ്രീമതി കലയും വളരെ തയ്യാറെടുത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു. അവർക്ക് ഉള്ള നന്ദിയും പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. അല്ല, ദേവദത്തനും കൂടി ഇല്ല കേട്ടോ. ആണോ? അപ്പൊ അവരുടെ ഒരു സഹായം, സാങ്കേതിക സഹായം ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പേർക്ക് ഇങ്ങനെ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി. സന്തോഷം. ഓക്കെ ഓക്കെ, കാണാം, ഇനിയും കാണാം. പിന്നെ ഈ പരിപാടി സാധ്യമായത് തന്നെ നേരത്തെ ആശാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ശാരദ ടീച്ചറിന്റെ ഏട്ടനായിട്ടുള്ള, ഞങ്ങളൊക്കെ ഉണ്ണിമാഷ് എന്ന് പറയും, അപ്പൊ ഭർത്താവിന്റെ ഏട്ടൻ മാഷ നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ മാഷിനോടുള്ള ഒരു നന്ദിയും കൂടെ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. അതെ, മറ്റേ ഞാൻ കൂടെ പറയുക. പരിപാടിയിലൂടെ പങ്കെടുക്കാൻ വന്ന പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പെർഫോമൻസ് അസിസ്റ്റന്റ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള NSSന്റെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഏതൊരു പരിപാടി നടക്കുകയാണെങ്കിലും നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ വേണു മാഷിക്ക് നമ്മുടെ വടക്കാഞ്ചേരി മേഖലയുടെ ഒരു പരിപാടിയാണിത്. മേഖലയുടെയും NSS യൂണിറ്റിന്റെയും പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുള്ളൂ. അടുത്തത്, ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് വടക്കാഞ്ചേരി മേഖലയിലുള്ള മറ്റ് പ്രോഗ്രാം ഓഫീസേഴ്സ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും NSS സ്കൂളിന്റെ പേരിലും നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരാള്, ആശാന് മനസ്സിലായിട്ടുണ്ടാവും, ഇതിന്റെ പിന്നില് തുടർച്ചയായിട്ട് പ്രവർത്തിച്ച ആളാണ് ഞങ്ങളുടെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള ശാരദ ടീച്ചർ. ടീച്ചർ കുറച്ച് നാളുകൊണ്ട് ഇതിന്റെ പുറകെയാണ്. കുട്ടികളും അതേ കുട്ടികൾ ഇത്തിരി നാട്ടിൻപുറത്തുള്ള കുട്ടികളാണ് ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഈ ഗൂഗിളിലൊക്കെ വന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് ഇത്തിരി ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പരിഭ്രമം ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് പരിശീലിപ്പിച്ച് ഈ പരിപാടി ഇങ്ങനെ ആക്കിയെടുത്തത് പരിശ്രമ ഫലമാണ്. അപ്പൊ ടീച്ചർ ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണ്. എന്നാലും ഔപചാരികതയുടെ പേരിൽ പ്രത്യേക നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മക്കളും നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള മക്കള്, വടക്കാഞ്ചേരിയിലെ നമ്മുടെ യൂണിറ്റിലെ മാത്രമല്ല വടക്കാഞ്ചേരി മേഖലയിലെ മറ്റെല്ലാ യൂണിറ്റിലെയും കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മുള്ളൂർക്കര NSS യൂണിറ്റിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞു. നന്ദി. ആശാനെ വളരെ സന്തോഷമായി ഒരിക്കൽ കൂടി പറയാണ്.